ദർശന നമസ്കാരം. കൂട്ടുകാരി, നമ്മുടെ പൂർവ്വപിതാവായ അബ്രഹാമിനെ ദൈവ പാർശ്വ കഥ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടില്ലെങ്കിൽ ഇതാ കേട്ടോളൂ. ഒരിക്കൽ ദൈവം അബ്രഹാമിനെ പരീക്ഷിക്കാൻ തീരുമാനിച്ചു. അബ്രഹാമിനോട് എന്താ പറഞ്ഞെന്നറിയുമോ? അബ്രഹാമിന്റെ ഏക മകനല്ലേ ഇസഹാക്ക്. ആ ഇസഹാക്ക് ബലി കഴിക്കണമെന്നും അതും ദഹനബലി കഴിക്കണമെന്ന്. ദഹനബലി എന്താ നിങ്ങൾക്കറിയാമോ? കല്ലൊക്കെ കൂട്ടി വെച്ച് തറയുണ്ടാക്കി അതിനുമേൽ വിറക് വെച്ച് അതിനുമേൽ ആടിനെ കടത്തി തീ കൊളുത്തിയാണ് ദൈവം ഭൂമിയിലോട്ട് വരുമ്പോൾ ആൾക്കാർ ദൈവത്തിനോട് പ്രാർത്ഥിച്ചത്. ഇങ്ങനെ ചെയ്യുന്നതിനെയാണ് ദഹനബലി എന്ന് പറയുന്നത്. എന്തൊരു കഷ്ടാണ് ദൈവത്തിന്റെ പരീക്ഷണം അല്ലേ? പക്ഷേ അബ്രഹാം ദൈവം പറഞ്ഞതുപോലെ തന്നെ ചെയ്യാൻ തീരുമാനിച്ചു. അബ്രഹാം അതിരാവിലെ എഴുന്നേറ്റ് തന്റെ കഴുതയും 2 വേലക്കാരെയും കൂട്ടി തൻ മകനായ ഇസഹാക്കിനെയും കൂട്ടി മോറിയ ദേശത്തേക്ക് പോയി. കുറച്ചു കഴിഞ്ഞപ്പോൾ ഇസഹാക്ക് അബ്രഹാമിനെ വിളിച്ചു. അപ്പ അപ്പ. അബ്രഹാം വിളി കേട്ടു. എന്നാ മകനെ? ബലിക്കുള്ള കത്തിയും വിറകുണ്ടല്ലോ, ദഹനബലിക്കുള്ള കുഞ്ഞാട് എവിടെ? അബ്രഹാം പറഞ്ഞു, ദഹനബലിക്കുള്ള കുഞ്ഞാടിനെ ദൈവം തന്നെ തരും. ദൈവം പറഞ്ഞ സ്ഥലത്തെത്തിയപ്പോൾ കല്ലൊക്കെ കൂട്ടി വെച്ച് തറയുണ്ടാക്കി അതിന്മേൽ ഇസഹാക്കിനെ ബന്ധിച്ച് കടത്തി. പാവം ഇസഹാക്കിന് മനസ്സിലായി തന്നെയാണ് ബലി കഴിക്കാൻ പോകുന്നത്. അബ്രഹാം കത്തിയെടുത്തു. പെട്ടെന്ന് ദൈവത്തിന്റെ ശബ്ദം കേട്ടു. അബ്രഹാം, നീ നിന്റെ കുഞ്ഞിനൊന്നും ചെയ്യരുത്. നീ നിന്റെ കുഞ്ഞിന്മേൽ കൈ വെക്കരുത്. പെട്ടെന്ന് അബ്രഹാം ഒരു ആട്ടിൻകുട്ടിയുടെ ശബ്ദം കേട്ടു. മുൾച്ചെടിക്കുള്ളിൽ കുടുങ്ങിക്കിടക്കുന്ന ഒരു മുട്ടാടിനെ അബ്രഹാം കണ്ടു. പെട്ടെന്ന് ഇസഹാക്കിന്റെ കെട്ടുകളെല്ലാം അഴിച്ച് താഴെ ഇറക്കി കെട്ടിപ്പിടിച്ചു. ഇസഹാക്കിന് പകരം ആ മുട്ടാടിനെ ദൈവത്തിന് ബലിയർപ്പിച്ചു. അങ്ങനെ ദൈവത്തിന്റെ പരീക്ഷണത്തിൽ അബ്രഹാം ജയിച്ചു. ഇതാണ് അബ്രഹാം നമുക്ക് തന്ന ജീവിത സന്ദേശം. ഇത്രയും നേരം എന്റെ കഥ കേട്ടതിന് നന്ദി, നമസ്കാരം. താങ്ക് യു.